ഈ എയർ ഇന്ത്യയുടെ സിഇഒയും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ എപ്പോഴേക്കായിരിക്കും ഈ സ്ഥലത്തേക്ക് എത്തുക? ഒരു കാര്യം കൂടി ആദിൽ പാലോട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിയേണ്ടത്, ഈ വിദ്യാർത്ഥികളല്ലാതെ ഈ അപകടത്തിൽ മറ്റുള്ള ആളുകൾ പെടാനുള്ള സാധ്യതയുണ്ടോ? ഈ മേഘാനി നഗർ എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെ ഗവൺമെൻറ് കെട്ടിടങ്ങളൊക്കെ ധാരാളമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ ഹോസ്റ്റലിൻ്റെ പരിസരത്താണ് ഇടിച്ചു കയറിയതെങ്കിലും മറ്റുള്ള ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടോ? പുതുവഴിയും റോഡും ഒക്കെ അതിനോട് തൊട്ട് ചേർന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? എയർ ഇന്ത്യ സിഇഒ ഇവിടെ എത്തിയിട്ടുണ്ട് അരുൺകുമാർ. ആദ്യം തന്നെ ഒപ്പം ഈ രാവിലെ തന്നെ 8:30 തന്നെ കണ്ണൻ 8:30 തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിനുള്ളിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത്. ഈ കോമ്പൗണ്ട് ഒരു മതിൽക്കെട്ടാണ്. ഈ മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ആഘാതം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അരുൺ പറഞ്ഞതുപോലെ. ഒപ്പം ഈ കാണുന്ന ദൃശ്യങ്ങൾ, നമ്മൾ ഈ കാണുന്ന കെട്ടിടം, ആദ്യം കാണുന്ന കെട്ടിടം, അത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്. സ്റ്റാഫുകൾ താമസിക്കുന്ന ഭാഗമാണ്. ഇതിന്റെ പിൻവശത്തെ ഒരു ഭാഗം പൂർണ്ണമായി തന്നെ വിമാനം ഇടിച്ചു കയറി തകർന്നിട്ടുണ്ട്. മറ്റൊരു ഭാഗം ഈ നമുക്കവിടെ ചില മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം. മരങ്ങളൊക്കെ ആകെ കത്തിക്കരിഞ്ഞ് നിൽക്കുകയാണ്. ഇലയൊക്കെ കരിഞ്ഞു പോയി നിൽക്കുന്ന മരങ്ങൾ കാണാം. അതിന്റെ തൊട്ടടുത്തായാണ് ഹോസ്റ്റൽ ക്യാമ്പസ് ഉള്ളത്, ഹോസ്റ്റൽ കെട്ടിടമുള്ളത്. അങ്ങനെ രണ്ട് കെട്ടിടത്തിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത്. അത് രണ്ടും ഈ മതിൽക്കെട്ടിനുള്ളിലുള്ള ഈ BJ മെഡിക്കൽ കോളേജ് ക്യാമ്പസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കെട്ടിടങ്ങളാണ്. ഇതിൽ ഒന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടേതാണ്, ഹോസ്റ്റലാണ്. അവിടെ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു, മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്. ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും ചിലർ മരിച്ചതായുള്ള വിവരമുണ്ട്. ആകെ 24 പേർ. അത് കൃത്യമായ വിവരം ഇനിയും സർക്കാർ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആശുപത്രിയിൽ നിന്നും ആരൊക്കെയാണ്, എവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാണ്, ഏതൊക്കെ നാട്ടിൽ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. ഒപ്പം സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുണ്ടായ ചില ഡോക്ടർമാർ മരിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശികളായ ഡോക്ടർ ദമ്പതികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും സ്ഥിരീകരിക്കുന്നുണ്ട് അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.